Hi all, welcome back to the topic Russian formalism. ലാസ്റ്റ് വീഡിയോയിൽ റഷ്യൻ ഫോർമലിസം എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ വിക്ടർ ഷെലോസ്കി എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്ക് റഷ്യൻ ഫോർമലിസത്തിൻ്റെ ലീഡ് ക്രിട്ടിക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹമാണ് റഷ്യൻ ഫോർമലിസത്തിലെ രണ്ട് മേജർ കൺസെപ്റ്റ്സ് ആയിട്ടുള്ള ഡീഫെമിലിയറൈസേഷൻ അതുപോലെ തന്നെ സ്യൂസെറ്റ് ഓർ ഫാബുല ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താണ് ഡീഫെമിലിയറൈസേഷൻ അതുപോലെ തന്നെ സ്യൂസെറ്റ് ഓർ ഫാബുല ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. Defamiliarization or estrangement. The concept of defamiliarization is contributed by Viktor Shklovsky in his Art as Technique. Art as Technique എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിലാണ് വിക്ടർ ഷെലോസ്കി ഈ ഒരു ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. It refers to the literary device whereby language is used in such a way that ordinary and familiar objects are made to look different. നമുക്ക് ഓർഡിനറി ആയിട്ടുള്ള ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ എടുത്തിട്ട് അൺഫെമിലിയർ ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരുതരം സ്ട്രെയിഞ്ച് ആക്കിയിട്ട് മാറ്റുക, നമുക്ക് പരിചയമില്ലാത്ത ഒരു രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യാം. അത്തരത്തിലുള്ളതിനാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. ഫെമിലിയർ ഒബ്ജക്ട്സ് ആർ മെയ്ഡ് അൺഫെമിലിയർ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ കാറ്റിങ്ങനെ വീശുമ്പോൾ ഇലകളൊക്കെ ഇങ്ങനെ ഇളകാറുണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ ഒരു ലിറ്റററി മോഡിലോട്ട് മാറ്റുമ്പോൾ ദ ലീവ്സ് ആർ ഡാൻസിങ് എന്നൊക്കെ നമ്മൾ പറയൂല്ലേ. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള കാറ്റിലെ ഇലകൾ ആടുന്നതിന് നമ്മളെന്താണ് ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ദ ലീവ്സ് ആർ ഡാൻസിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഓർഡിനറി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിഞ്ച് ആക്കിയിട്ട് അൺഫെമിലിയർ ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഇത് ഡീഫെമിലിയറൈസേഷൻ അല്ലെങ്കിൽ എസ്ട്രേഞ്ച്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക് ഡിവൈസ്. Literary language distinguishes itself from ordinary communicative language. Ordinary language is used for communication while literary language is providing a special experience to readers. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലേ. ആ സ്പെഷ്യൽ എക്സ്പീരിയൻസിനെയാണ് റോമൻ യാക്കോബ്സൺ ലിറ്ററേറിനെസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. According to Shklovsky, the purpose of a work of art is to change our mode of perception from the automatic and practical to the artistic. So, according to Viktor Shklovsky, the purpose of a work of art is to change our mode of perception. അതായത് നമ്മളൊരു വസ്തുവിനെ ഒരു ഒബ്ജക്റ്റിനെ നോക്കി കാണുന്ന ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ, അതിനെന്താണ് കുറച്ചുകൂടെ ആർട്ടിസ്റ്റിക് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഒരു ആർട്ട് വർക്കിൻ്റെ പേർപ്പസ് എന്നാണ് ആര് പറയുന്നത്, വിക്ടർ ഷെലോസ്കി പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. ഇലകൾ ഇങ്ങനെ കാറ്റിൽ ആടുമ്പോൾ നമ്മളതിനെ ലിറ്റററി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് ദ ലീവ്സ് ആർ ഡാൻസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മളുടെ ആ ഒരു പെർസെപ്ഷൻ ഒന്നുകൂടെ ആർട്ടിസ്റ്റിക് ആക്കിയിട്ട് മാറ്റുകയാണല്ലേ. അത് തന്നെയാണ് ഒരു ലിറ്റററി വർക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ആർട്ട് പീസിൻ്റെ പേർപ്പസ് എന്നാണ് ആര് പറയുന്നത്, വിക്ടർ ഷെലോസ്കി പറയുന്നത്. സോ ചേഞ്ച് അവർ മോഡ് ഓഫ് പെർസെപ്ഷൻ. ഓക്കെ, literary work changes our mode of perception from the automatic and practical to the artistic. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ഓർഡിനറി ആയിട്ടുള്ള ആ ഒരു പെർസെപ്ഷനെ കുറച്ചുകൂടെ ഒന്ന് ആർട്ടിസ്റ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആര് ഓരോ ലിറ്റററി വർക്കും ഓരോ ആർട്ട് പീസും ചെയ്യുന്നത് എന്നാണ് വിക്ടർ ഷെലോസ്കി പറഞ്ഞിട്ടുള്ളത്. ഇൻ ആർട്ട് ആസ് ടെക്നിക് he explains that the technique of art is to make objects unfamiliar. ഇനി അദ്ദേഹം പറയുന്നുണ്ട് ആർട്ട് ആസ് ടെക്നിക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ദ ടെക്നിക് ഓഫ് ആർട്ട് ഈസ് ടു മേക്ക് ഒബ്ജക്ട്സ് അൺഫെമിലിയർ. അതായത് നമ്മൾ ആർട്ടിൽ എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അൺഫെമിലിയർ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യാറുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട് ആർട്ട് ഈസ് എ വേ ഓഫ് എക്സ്പീരിയൻസിങ് ദ ആർട്ട്ഫുൾനെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്, ആർട്ട് ഈസ് എ വേ ഓഫ് എക്സ്പീരിയൻസിങ് ദ ആർട്ട്ഫുൾനെസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളൊരു ലിറ്റററി പീസ് എടുത്ത് ഇങ്ങനെ വായിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അതിലെ ആർട്ടാണ് എൻജോയ് ചെയ്യുന്നത്, അല്ലാണ്ട് എന്തല്ല ആ ഒരു ഒബ്ജക്റ്റിനെ അല്ല എൻജോയ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെ കുറിച്ചാണോ പറയുന്നത് ആ ഒബ്ജക്റ്റിനെ അല്ല നമ്മൾ എൻജോയ് ചെയ്യുന്നത്, ആ ഒബ്ജക്റ്റിനെ എങ്ങനെയാണോ ആർട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അല്ലേ. അതായത് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഇലകൾ എങ്ങനെ ആടുന്നു എന്നുള്ള ആ ഒരു കേസ് പറഞ്ഞു അല്ലേ. അപ്പോൾ ദ ലീവ്സ് ആർ ഡാൻസിങ് എന്നുള്ള ആ ഒരു ആർട്ടിനെ ആ ഒരു ലിറ്റററി
ലാംഗ്വേജ് അതാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് അല്ലേ. അല്ലാണ്ട് എന്തല്ല ആ ഇല എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ അല്ല നമ്മൾ എൻജോയ് ചെയ്യുന്നത്. പകരം എന്താണ് അതിനെ ആർട്ടിസ്റ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ആർട്ടിനെയാണ് നമ്മൾ, ആ ഒരു ലിറ്റററി ലാംഗ്വേജിനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്നാണ് വിക്ടർ ഷ്ലോവ്സ്കി അദ്ദേഹത്തിന്റെ ആർട്ട് ആസ് ടെക്നിക് എന്ന് പറയുന്ന ആ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ളത്. Defamiliarization is a process of transformation where language asserts its power to affect our perception. It is that aspect which differentiates between ordinary usage and poetic usage of language and imparts a uniqueness to a literary work. ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുമ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ അൺഫെമിലിയർ ആക്കിയിട്ട് പിക്ചറൈസ് ചെയ്യുന്നതാണ് ഇവിടെ ലിറ്റററി ലാംഗ്വേജിൽ, ആർട്ടിലൊക്കെ. അപ്പോൾ അത്തരത്തിലാവുമ്പോൾ നമ്മുടെ പെർസെപ്ഷനെ മറ്റൊരു തലത്തിലോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് ഏതിനുണ്ട്? ലിറ്റററി ലാംഗ്വേജിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലിറ്റററി ലാംഗ്വേജ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഓർഡിനറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ലിറ്റററി വർക്കിനൊക്കെ ഒരു യുണീക്നെസ് ഉണ്ട്. ഓർഡിനറി ലാംഗ്വേജിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊസിഷനാണ് ലിറ്റററി ലാംഗ്വേജിന് ഉള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിക്ടർ ഷ്ലോവ്സ്കി ഡിസ്ക്രൈബ്ഡ് the object of study in literary science is to estrange or defamiliarize by medium. വീണ്ടും വീണ്ടും അദ്ദേഹം ഇതിനെ ആവർത്തിച്ച് പറയാണ്, ലിറ്ററേച്ചറിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നതിന് എന്താണ്? ടു എസ്ട്രേഞ്ച് ഓർ ഡീഫെമിലിയറൈസ് ബൈ മീഡിയം. ലാംഗ്വേജിന് എന്താണ്? ലിറ്റററി ലാംഗ്വേജിന് ഓർഡിനറി ലാംഗ്വേജിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് സ്ട്രെയിഞ്ച് ആക്കിയിട്ട് ഡീഫെമിലിയറൈസ് ചെയ്തിട്ട് അൺഫെമിലിയർ ആക്കിയിട്ട് ചിത്രീകരിക്കുക എന്നുള്ളതാണ് ലിറ്ററേച്ചറിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനൊക്കെ ഇങ്ങനെ അൺഫെമിലിയർ ആയിട്ട് ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ലാംഗ്വേജിലും മോഡിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജിലൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫ്രഷ് സെൻസേഷനാണ് അവിടെ കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദസ് ദ റീഡേഴ്സ് ലോസ്റ്റ് കപ്പാസിറ്റി ഫോർ ഫ്രഷ് സെൻസേഷൻ ഈസ് റീഗൈൻഡ്. അപ്പോൾ ലിറ്റററി ലാംഗ്വേജ്, ലിറ്റററി വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു ഫ്രഷ് സെൻസേഷൻ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. Although the concept of defamiliarization was earlier advocated by the Romantic critic Coleridge in his Biographia Literaria, it was conceived in terms of subject matter and in novelty of expression. അപ്പോൾ ഈ ഒരു ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് റൊമാൻറ്റിക് കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. നമ്മുടെ കോളറിഡ്ജ് എന്ന് പറയുന്ന റൊമാൻറ്റിക് ക്രിട്ടിക് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന് പറയുന്ന ക്രിട്ടിക്കൽ വർക്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഒരു ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്ക് ചെറുതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് കൺസീവ്ഡ് ഇൻ ടേംസ് ഓഫ് സബ്ജക്ട് മാറ്റർ ആൻഡ് ഇൻ നോവൽറ്റി ഓഫ് എക്സ്പ്രഷൻ. ഇനി നെക്സ്റ്റ് നോക്കിയേ. ദ ഫോർമലിസ്റ്റ് ഹൗവർ എൻഡോസ് defamiliarization affected by novelty in the usage of formal linguistic devices in poetry such as rhyme, metre, metaphor, image and symbol. At first, formalist critics focused on poetry and its poetic devices such as rhyme, metre, metaphor, image and symbol. പോയട്രി ആണെങ്കിലും ഫിക്ഷൻ ആണെങ്കിലും എല്ലായിടത്തും എന്താണ് ഈ ഒരു ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഓർഡിനറി ലാംഗ്വേജിനെ ലിറ്റററി ലാംഗ്വേജ് ആക്കിയിട്ട് മാറ്റുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ദസ് ലിറ്റററി ലാംഗ്വേജ് ഈസ് ഓർഡിനറി ലാംഗ്വേജ് ഡീഫോംഡ് ആൻഡ് മെയ്ഡ് സ്ട്രേഞ്ച്. അപ്പോൾ ഓർഡിനറി ലാംഗ്വേജ് തന്നെയാണ് ഇത് ലിറ്റററി ലാംഗ്വേജ് എന്ന് പറയുന്നത്. പക്ഷേ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ അൺഫെമിലിയർ ആയിട്ട് സ്ട്രെയിഞ്ച് ആക്കിയിട്ട് ഒന്നുകൂടെ ഡീഫോം ചെയ്തിട്ട് ഡീഫെമിലിയറൈസ് ചെയ്തിട്ടാണ് ലിറ്റററി ലാംഗ്വേജ് നമുക്ക് മുന്നിൽ എത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ലിറ്റററിനെസ് നമുക്ക് ലിറ്റററി ലാംഗ്വേജിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. സോ ഡീഫെമിലിയറൈസേഷൻ മീൻസ് ട്രാൻസ്ഫോമിങ് ദ ഫെമിലിയർ ഒബ്ജക്ട്സ് ഇൻ ടു അൺഫെമിലിയർ. ഓക്കെ, അപ്പോൾ ഇതാണ് വിക്ടർ ഷ്ലോവ്സ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കോൺസെപ്റ്റാണ് സ്യൂസെറ്റ് ഓർ ഫാബുല ഓർ പ്ലോട്ട് ഓർ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, ഫാബുല മീൻസ് ദ സ്റ്റോറി, സ്യൂസെറ്റ് മീൻസ് ദ പ്ലോട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഫോർമലിസ്റ്റുകൾ പോയട്രിയും അതുപോലെ തന്നെ പോയട്രിയുടെ ഡിവൈസസും ഒക്കെയാണ് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷമാണ് അവർ ഫിക്ഷനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്യൂസെറ്റ് ഓർ ഫാബുല എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഫിക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്.
The plot or story distinction separates out the sequence of events the work relates from the sequence in which those events are presented in the work. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെ ഇവർ പറയുന്നത് ഒരു ഫിക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലോട്ട് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റോറി ഇത് രണ്ടിനെ എന്താണ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്ലോട്ടിനെ മാത്രമാണ് പ്ലോട്ടിൻ്റെ ആ ഒരു സ്ട്രക്ചറിനെ മാത്രമാണ് ഫോർമലിസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ എന്താണ് ഇവർ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ലായിരുന്നു. നമ്മൾ നേരത്തെ പോയട്രിയിലൊക്കെ പോയറ്റിക് ഡിവൈസസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് കണ്ടതുപോലെ ഫിക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലോട്ട് സ്ട്രക്ചർ, ക്യാരക്ടറൈസേഷൻ ഇതൊക്കെയാണ് ആര് നോക്കിയിട്ടുണ്ടായിരുന്നത്? ഫോർമലിസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പ്ലോട്ട് അതുപോലെ തന്നെ സ്റ്റോറി ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. പ്ലോട്ടിനാണ്, അതായത് സ്യൂസെറ്റിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏതിനേക്കാളും? ഫാബുല ഓർ സ്റ്റോറിയേക്കാളും കേട്ടോ. സോ ദ ഫോർമലിസ്റ്റിക് ക്രിറ്റിക്സ് always focused on the plot of a fiction rather than its story. Okay. The formalists stress that only the plot is strictly literary, while the story is merely raw material awaiting the organizing hand of the writer. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫിക്ഷൻ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലോട്ട് സ്ട്രക്ചർ, ക്യാരക്ടറൈസേഷൻ ഇതൊക്കെയാണ് ഫോർമലിസ്റ്റുകൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ. സ്റ്റോറിക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ സ്റ്റോറി എന്ന് പറയുന്നത് വെറും ഒരു റോ മെറ്റീരിയൽ ആണെന്നാണ് ഇവർ പറയുന്നത്. ദ സ്റ്റോറി ഈസ് മിയർലി റോ മെറ്റീരിയൽ അവൈറ്റിംഗ് ദ ഓർഗനൈസിങ് ഹാൻഡ് ഓഫ് ദ റൈറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഓതറിൻ്റെ പ്രസൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോ മെറ്റീരിയൽ മാത്രമാണ്. അപ്പോൾ പ്ലോട്ട് ഇല്ലാണ്ട് എന്താണ് നമുക്കൊരു ഫിക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്ലോട്ടിലോട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്ലോട്ട് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റോറി കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള വെറും ഒരു റോ മെറ്റീരിയൽ മാത്രമാണ് ഇത് സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ബോത്ത് ഓഫ് ദീസ് കോൺസെപ്റ്റ്സ്, defamiliarization and Sjuzet or Fabula, both of these concepts try to describe the significance of the form of a literary work in order to define its literariness. അപ്പോൾ defamiliarization ആണെങ്കിലും Sjuzet or Fabula എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ആണെങ്കിലും എന്താണ്, ഈ രണ്ട് കൺസെപ്റ്റിലൂടെയും ഫോർമലിസ്റ്റുകൾ പറയുന്നത് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫോം ഓഫ് എ ലിറ്റററി വർക്ക് എന്നുള്ളതാണ്. ഒരു ലിറ്റററി വർക്കിൽ അതിൻ്റെ ആ ഒരു ഫോമിനെ, ആ ഒരു ഡിവൈസിനെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡീഫെമിലിയറൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റും അതുപോലെ തന്നെ സ്യൂസെറ്റ് ഓർ ഫാബുല എന്ന് പറയുന്ന കോൺസെപ്റ്റും വിക്ടർ ഷെലോവ്സ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ റഷ്യൻ ഫോർമലിസത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. So, there are two basic concepts of Russian formalism introduced by Viktor Shklovsky. First concept is defamiliarization, which means making familiar objects unfamiliar. The second concept is Sjuzet or Fabula. Sjuzet means the plot and Fabula means the story. The formalist critics gave importance to the plot rather than the story. They argue that the story is only a raw material awaiting the organizing hand of the writer. Whenever we understand these two concepts, we can enjoy a literary work completely. Because these two concepts try to describe the significance of the form of a literary work in order to define its literariness. Whenever we understand these two concepts, we get the literariness of a literary work. Form is what makes something art. Therefore, in order to understand a work of art as a work of art, one must focus on its form. സോ നമുക്കൊരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു ലിറ്റററി പീസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിവൈസസിലാണ്, അതിൻ്റെ ഫോമിലാണ്. ഇപ്പോൾ ഫിക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പ്ലോട്ട്, ക്യാരക്ടറൈസേഷൻ ഇതിലൊക്കെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ മാത്രമേ നമുക്കൊരു വർക്ക് ഓഫ് ആർട്ടായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ടേം മോട്ടിവേഷൻ യൂസ്ഡ് ബൈ ബോറിസ് തോമഷേവ്സ്കി ഈസ് അനദർ സെൻട്രൽ ടേം ഇൻ ദ ഫോർമലിസ്റ്റ് തിയറി. അപ്പോൾ ഫോർമലിസ്റ്റ് തിയറിയിൽ മറ്റൊരു സെൻട്രൽ ടേമാണ് ഇത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷൻ എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ബോറിസ് തോമഷേവ്സ്കി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോട്ടീഫ് എന്ന് പറഞ്ഞാൽ. മോട്ടീഫ് ഡിനോട്ട്സ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ പ്ലോട്ട്. ഒരു പ്ലോട്ടിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഇത് ഒരു മോട്ടീഫ് എന്ന് പറയുന്നത്. തോമഷേവ്സ്കി മേക്സ് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബൗണ്ട് ആൻഡ് ഫ്രീ മോട്ടീവ്സ്. ഇനി ഈ മോട്ടീഫിനെ തോമഷേവ്സ്കി രണ്ട് മോട്ടീവ്സ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ബൗണ്ട് മോട്ടീഫ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഫ്രീ മോട്ടീഫ്.
ഇനി എന്താണ് ബൗണ്ട് മോട്ടീഫ് എന്ന് നോക്കിയേ. ദ ബൗണ്ട് മോട്ടീഫ് ഈസ് വിച്ച് ദ സ്റ്റോറി ആബ്സൊല്യൂട്ട്ലി റിക്വയേഴ്സ്. ഒരു സ്റ്റോറിയിൽ എന്താണ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട മോട്ടീവ്സ് ആണ് ഏത്, ബൗണ്ട് മോട്ടീഫ് എന്ന് പറയുന്നത്. വൈൽ ദ ഫ്രീ മോട്ടീഫ് ഈസ് ഇൻഎസെൻഷ്യൽ. ഒരു പ്ലോട്ടിലെ ഇൻഎസെൻഷ്യൽ ആയിട്ടുള്ള മോട്ടീവ്സിനാണ് നമ്മൾ ഫ്രീ മോട്ടീഫ് എന്ന് പറയുന്നത്. സോ ദ ടേം മോട്ടിവേഷൻ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബോറിസ് തോമഷേവ്സ്കി. Motive means the smallest unit of a plot. He categorized motivation or the motive into two, bound motive and free motive. Bound motive means the story absolutely requires, and free motive is inessential in a plot. Okay. Like defamiliarization, a similar technique deployed in drama was alienation effect, introduced by Bertolt Brecht in his epic theatre to disrupt the passive complacency of the audience and force them into a critical analysis of art as well as the world. ഡീഫെമിലിയറൈസേഷൻ ടെക്നിക്ക് പോലെ തന്നെ ഡ്രാമയിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് അലീനേഷൻ എഫക്റ്റ് എന്നുള്ളത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രാമാറ്റിസ്റ്റാണ് ബെർട്ടോൾട്ട് ബ്രഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എപ്പിക് തിയേറ്റർ എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റിലൂടെ ഒരു കൂട്ടം റൈറ്റേഴ്സ്, ഒരു കൂട്ടം ഡ്രാമാറ്റിസ്റ്റ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ചസിനൊക്കെ വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു പുതിയ ഡ്രാമാറ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു ഇത് എപ്പിക് തിയേറ്റർ എന്നുള്ളത്. അപ്പോൾ അതിലാണ് അദ്ദേഹം ഈ ഒരു അലീനേഷൻ എഫക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഡിയൻസിന് ഒരു നോർമലി ഇങ്ങനെ ഡ്രാമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്ങിന് അപ്പുറത്തേക്ക് അവരുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവിനെ മാറ്റാനായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു അലീനേഷൻ ടെക്നിക്ക് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഡീഫെമിലിയറൈസേഷൻ പോലെ തന്നെ കുറച്ചുകൂടെ സ്ട്രെയിഞ്ച് ആക്കിയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഓഡിയൻസിന് കൺവേ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടെ റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമ്മൾ ഡീഫെമിലിയറൈസേഷൻ, അതുപോലെ തന്നെ സ്യൂസെറ്റ് ഓർ ഫാബുല, അതുപോലെ തന്നെ തോമഷേവ്സ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മോട്ടിവേഷൻ, ഫ്രീ മോട്ടീഫ്, ബൗണ്ട് മോട്ടീഫ്, അതുപോലെ തന്നെ ഡ്രാമയിൽ യൂസ് ചെയ്യുന്ന അലീനേഷൻ എഫക്റ്റ്, ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതുകൂടെ കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മാത്രമേ റഷ്യൻ ഫോർമലിസം എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.